വർഷങ്ങൾക്ക് മുമ്പ് അതിശക്തമായിട്ടുള്ള ആത്മീയ ഉണർവ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് മേഘാലയ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയതായ സ്ഥലങ്ങൾ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ആ കോറസ് എഴുതിയത് നോർത്ത് ഈസ്റ്റിൽ വെച്ചാണ്, മേഘാലയയിൽ. ഓക്കെ, അത് ഡോക്ടർ ബില്ലി ഗ്രഹാം തന്നെ തന്റെ ക്രൂസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സോങ് എഴുതപ്പെട്ടത് വെസ്റ്റേൺ നാട്ടിലല്ല, പാശ്ചാത്യ ദേശത്തല്ല. പക്ഷേ പാശ്ചാത്യ ദേശത്ത് അത് സർക്കംസ്റ്റാൻസസ് അറിയാമോ? അതെ, പറ. ഒരു ട്രൈബിനകത്ത് ഒരു മിഷണറി ആയ ഒരു ഫാമിലി അവിടെ വന്നു. അതെ, ദേവദാസനും ദേവദാസിയും കുഞ്ഞുങ്ങളുമായി വേലയ്ക്ക് വന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ് അവര്. ഇംഗ്ലണ്ടുകാർ. അവര് അവിടെ വന്ന് വേല തുടങ്ങി. പക്ഷെ അവരെ അറ്റാക്ക് ചെയ്തു. ഇവരെ 4 പേരെയും പിടിച്ചു കെട്ടി. മിഷണറിയെ കൊല്ലുമ്പോൾ ആദ്യം എഴുതിയ പാട്ടാണ് ആദ്യത്തെ സ്റ്റാൻസ. അങ്ങനെ ഓരോ സ്റ്റാൻസ അത് കമ്പൈൽ ചെയ്തത് പുറത്തു വെച്ച. ഇപ്പൊ അവര് 4 പേരെയും കൊന്നുകളഞ്ഞു. അപ്പനമ്മരാണ്. പക്ഷെ ആ ട്രൈബ് വിടുവിക്കപ്പെട്ടു. പിന്നത്തേതിൽ ആ ട്രൈബ് മൊത്തം കർത്താവിനെ കാണാൻ ഇടയായി. അവിടെ വെച്ചാണ് ഈ പാട്ട് എഴുതപ്പെടുന്നത്. ഈ സ്വർഗത്തിൽ സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കാൻ ഒരുങ്ങുന്ന പല ചോദ്യങ്ങളുണ്ട്. കർത്താവിനെ നമ്മൾ കാണുമ്പോൾ ഭൂമിയിൽ വെച്ച് നമുക്ക് ധാരാളം ഉത്തരമില്ലാത്ത പല സംഭവങ്ങളുണ്ട്. പേഴ്സണലി ഉണ്ടായിരിക്കാം, ഫാമിലി വൈസ് ഉണ്ടായിരിക്കാം, മിഷൻ ആയിട്ടുള്ള ശുശ്രൂഷമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കാം. അതിലുള്ളതിൽ ഒരു ചോദ്യം ഇതാണ്: ഈ പല ഗാനങ്ങൾ, അല്ലെങ്കിൽ പല മൂവുകൾ, പല ചലനങ്ങൾ, അല്ലെങ്കിൽ പല പ്രസംഗങ്ങൾ ഈ ഉടഞ്ഞ പാത്രങ്ങളിലൂടെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അല്ല, നേരിട്ട് കൊടുത്താൽ പോരായിരുന്നോ? മനസ്സിലായില്ലേ? സോ ഓൺ വേ ഓർ അതർ ഉടഞ്ഞ പാത്രങ്ങളിലൂടെയാണ് ദൈവം പലപ്പോഴും ഇത് ദൈവം ചെയ്യുന്നത്. സോ ഒരു ബ്രോക്കൺ വെസലിന് മാത്രമേ ദൈവം അത് ഏൽപ്പിക്കത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. അലബാസ്റ്റർ ബോട്ടിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വെൺകൽ ഭരണിയെ കുറിച്ച്. സോ അങ്ങനെ ആ മിഷൻ ഫാമിലി, സോ മിഷൻ, ആ കുടുംബം കർത്താവിന് വേണ്ടി അവരെ രക്തസാക്ഷികളാണ്. എൻ്റെ അവസാനത്തെ സ്റ്റാൻസിയാണെന്ന് തോന്നുന്നു. ആ ദൈവദാസൻ അദ്ദേഹത്തെയാണ് അവസാനമായിട്ട് കൊല്ലുന്നത്. സോ അദ്ദേഹം എഴുന്നേറ്റ് ആ തീകുണ്ടമോ മറ്റോ അതിലേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ്, ദ ക്രോസ് ബിഫോർ മീ ആൻഡ് ദ വേൾഡ് ബിഹൈൻഡ് മീ. ക്രൂശിന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശിന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ. എന്നിട്ട് അദ്ദേഹം പോയി അവിടെ രക്തസാക്ഷിയാകുകയാണ്.